Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ Vivo V21 എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെയാണ്. വിവോ ഫോണുകൾ എപ്പോഴും നമുക്കറിയാം നല്ല ക്യാമറ ക്വാളിറ്റിക്കാണ് ഇവർ ഫേമസ്. എല്ലാം കൊള്ളാം, നല്ല യൂസർ എക്സ്പീരിയൻസും എല്ലാം കിട്ടുന്നുണ്ടെങ്കിലും ക്യാമറ ഇവരുടെ മെയിൻ സംഗതിയാണ്. പ്രത്യേകിച്ചും സെൽഫി ക്യാമറ അടിപൊളിയാണ്. ഈ ഒരു ഫോണും വ്യത്യസ്തമല്ല, കിടിലൻ സെൽഫി സെറ്റപ്പുമായിട്ടാണ് വരുന്നത്. അതായത് 4K അടക്കം നമുക്ക് സെൽഫി ക്യാമറയിൽ ഷൂട്ട് ചെയ്യാം. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള സെൽഫി ക്യാമറയാണ്. എന്ന് വെച്ചാൽ വേറെ ലെവൽ സെറ്റപ്പ് ആണെന്ന് സാരം. എന്തായാലും എങ്ങനെയുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്കെല്ലാം 1 by 1 ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടാവാം നമുക്ക് എല്ലാ കാര്യങ്ങളും. സോ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമുക്കവിടെ ഫോൺ കാണാം. ഈ വിവോ V21 എന്ന് പറയുന്ന ഫോൺ ഓൾറെഡി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ. അതിൻ്റെ വീഡിയോ ഉണ്ട്. ഇത് അതിൻ്റെ ഈ ഒരു സ്പെഷ്യൽ കളർ വേരിയൻ്റ് ആണ്. യെല്ലോ കളറാണ് കേട്ടോ. ഇതിനെ വേറെന്തോ സ്പാർക്ക് നിയോൺ കളർ എന്നൊക്കെയാണ് ഇവർ പേരിട്ടിരിക്കുന്നത്. എന്തായാലും ഈ കളർ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? സംഗതി സ്ലിമ്മാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൻ്റെ വളരെ സ്ലിമ്മായ ഒരു ഫോണാണ്, വളരെ കംഫർട്ടബിൾ, ഹോൾഡ് ചെയ്യാനൊക്കെ വളരെ സുഖമുണ്ട്. എന്തായാലും ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. കുറച്ച് ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സിം ടോൾ ഉണ്ട്, പിന്നെ ഒരു ട്രാൻസ്പെറന്റ് കേസ് വരുന്നുണ്ട്, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്, ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഇയർഫോൺ വരുന്നുണ്ട്. അതിനൊരു അഡാപ്റ്റർ തന്നിട്ടുണ്ട് അവർ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിലേക്ക് വരാം. സോ അപ്പോൾ വിവോയുടെ V21 5G കൊള്ളാം അല്ലേ ഫോൺ? നല്ല വളരെ കംഫർട്ടബിൾ. കൃത്യമായിട്ട് പറഞ്ഞാൽ 7.39 mm ആണ് ഇതിന്റെ തിക്നെസ്. വളരെ സ്ലിം ആണ്. വെയിറ്റ് നോക്കിയാൽ 176 ഗ്രാം മാത്രമാണ്. സോ കംഫർട്ട് നമ്മളെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് ഒരുപാട് നല്ല നല്ല കംഫർട്ടബിൾ ആയ ഫോണുകൾ വരുന്നുണ്ട്. വിവോയുടെ ഈ ഒരു ഫോണും അതേ കാറ്റഗറിയിൽ, എനിക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറിയിൽ പെടുന്നു. വളരെ സ്ലിം ആൻഡ് കംഫർട്ടബിൾ ആയിരുന്നു. ഒരു ചെറിയ ഓവർവ്യൂ നോക്കാം. താഴത്തെ സൈഡിൽ സിം ട്രേ ആണ്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ 2 സിം ഇട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മെയിൻ മൈക്രോഫോൺ ഉണ്ട്, ടൈപ്പ് സി പോർട്ട് ഉണ്ട്, സ്പീക്കർ ഗില്ലുണ്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം ബട്ടണും കാണാം. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടോപ്പിൽ ഒരു നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ആണ്. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. മെയിൻ ക്യാമറ 64 മെഗാ പിക്സൽ, 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിയർ ക്യാമറയിൽ. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 44 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. അതിലും 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ വന്നിട്ട് 6.44 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. ഈ 3 AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ട്. വൈഡ് ബൈ L1 സർട്ടിഫിക്കേഷനും ഉണ്ട്. ഒപ്പം നല്ല സ്മൂത്ത് ആയ റീഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയിൽ കിട്ടുന്നത്. ഒപ്പം കാണാനും വളരെ ഡീസന്റ് ആയ ഒരു ക്വാളിറ്റിയാണ് ഇതിന്റെ ഡിസ്പ്ലേക്കുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ഘടകം, അതായത് ക്യാമറ, സെൽഫി ക്യാമറ, 44 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെയുള്ള നല്ല ക്വാളിറ്റി ക്യാമറയാണെന്നാണ് പറയുന്നത്. ഒരു ഈവനിങ് ടൈമിൽ ഞാൻ എടുത്ത ഒരു ക്ലിപ്പാണ് നിങ്ങളിവിടെ കാണുന്നത്. അതായത് 5-6 മണി ആവാറായി. അപ്പോൾ വലിയൊരു ലൈറ്റ് ഇല്ല, ബട്ട് എങ്കിൽ പോലും ഒരു ഡീസന്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ നല്ല സ്റ്റേബിളായ നല്ല സെൽഫി വീഡിയോകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ സെൽഫി വീഡിയോസ് എടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഇതിന്റെ സെൽഫി ക്യാമറയെ ഡിപ്പെൻഡ് ചെയ്യാം. 4Kയിലടക്കം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് അത്യാവശ്യം ഡേ ലൈറ്റിൽ 4Kയിൽ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന ക്ലിപ്പാണ്. സോ എങ്ങനെയുണ്ട് ഇതിന്റെ സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി? 4Kയിലടക്കം ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അടക്കം നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാൻ ഇതിന്റെ സെൽഫി ക്യാമറ കൊണ്ട് പറ്റും. സെൽഫി ക്യാമറ ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് ഡേ ലൈറ്റിലെ ഇമേജ് ക്വാളിറ്റി? കൊള്ളാവും. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള സെൽഫി ഇമേജുകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഒപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഒരു ചെറിയ സെൽഫി വീഡിയോ സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. സോ സെൽഫി ക്യാമറ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡീസന്റ് ക്വാളിറ്റി, ഡീസന്റ് സെറ്റപ്പ് ആണ്. മെയിൻ ക്യാമറയുടെ ഡേ ലൈറ്റ് വിഷ്വൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റി വീഡിയോസ് ആണ് നമുക്ക് മെയിൻ ക്യാമറയിൽ എടുക്കാൻ സാധിക്കുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അടക്കം തന്നെ നിങ്ങൾക്ക് അവിടെയും ഷൂട്ട് ചെയ്യാം. ഈ ക്യാമറയിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ്, സ്പോട്ട് ലൈറ്റ് സെൽഫി, അതേപോലെ ഡുവൽ വീഡിയോ, ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് വീഡിയോ എടുക്കുന്ന ഡുവൽ വീഡിയോ സെറ്റപ്പ് ഉണ്ട്. അതേപോലെ തന്നെ സൂപ്പർ സ്റ്റേബിൾ സെൽഫി വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡബിൾ എക്സ്പോഷർ ഇമേജുകൾ എടുക്കാനും നമുക്ക് സാധിക്കും. സോ ഓവറോൾ പല തരത്തിലുള്ള ഒട്ടനവധി ഫീച്ചർ കൊണ്ട് ഒരു ഫീച്ചർ പാക്ഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിലുള്ളത്. ക്വാളിറ്റിയും നിങ്ങൾ ഈ കണ്ട പോലെയുണ്ട്. സോ ഇതാണ് ഇതിന്റെ ക്യാമറയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓവറോൾ കൊള്ളാം. മെയിൻ ക്യാമറ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഇമേജുകളും വീഡിയോസും കിട്ടും. ഓവറോൾ എനിക്ക് നല്ല ക്വാളിറ്റി ഇമേജുകളായിട്ട് തന്നെയാണ് തോന്നുന്നത്. വീഡിയോ സാമ്പിളിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്കപ്പോൾ ഡേ ലൈറ്റിലായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലായാലും നല്ല ക്വാളിറ്റിയിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ ഈ ഒരു ഫോണിന്റെ ക്യാമറ കൊണ്ട് സാധിക്കും. ഇത്തവണയും ഇവർ ക്യാമറയുടെ ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 800U എന്ന പ്രോസസ്സറാണ്. സോ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോസസ്സർ തരും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോൺ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലും സെറ്റിംഗ്സ് ആയാലും ആപ്പ് ഡ്രോ ആയാലും ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
കുറച്ചധികം ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷനും ഇവിടെ കാണുന്നുണ്ട്. കുറേയൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഓവറോൾ UI വളരെ സ്മൂത്ത് ആണ്. വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ഒരു പ്രൊസസ്സറിൽ വലിയ ലാഗൊന്നും വരാൻ വഴിയില്ല. നോർമലായ നല്ല പെർഫോമൻസ് ഈ ഒരു പ്രൊസസ്സർ തരും. അത്യാവശ്യം ഗെയിം കളിക്കാനും പറ്റും. നിങ്ങൾക്ക് അവിടെ കാണാം ചില ഗെയിമിംഗ് സാമ്പിളുകളൊക്കെ. സ്മൂത്ത് അൾട്ര വരെയാണ് BGMIയിലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. എക്സ്ട്രീം സപ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് ഗൈറോയ്ക്കൊന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഗൈറോ ഒക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ ആണ്. നല്ല രീതിയിൽ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഗെയിം കളിക്കാനും വേണമെങ്കിൽ അത്യാവശ്യമൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. ഫൺ ടച്ച് OIS 11.1 ആണ്, ആൻഡ്രോയിഡ് 11 ബേസ്ഡ്. നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കി കഴിഞ്ഞാൽ 4000 mAh ബാറ്ററിയാണ്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. സ്ലിം ആയൊരു ഫോണാണ്. സോ ബാറ്ററി 4000 mAh അവർ വെച്ചിട്ടുള്ളൂ. ബട്ട് എങ്കിലും എനിക്ക് ബാറ്ററി ലൈഫിൽ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. നല്ല നോർമൽ ആയ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഒരു നല്ല ബാറ്ററി സെറ്റപ്പ്, നല്ലൊരു ഫാസ്റ്റ് ചാർജിങ്, ഓവറോൾ ആ ഡിപ്പാർട്ട്മെന്റും കുഴപ്പമില്ല. ഇതിന്റെ സാർ വാല്യൂ വരുന്നത് 1.0.5 ആണ്. ഹെഡ് സാർ വാല്യൂ, ബോഡി സാർ വാല്യൂ 0.87 ആണ്. OTGയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറ ടു API ലെവൽ ഫുൾ ആണ് വരുന്നത്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. 5G നെറ്റ്വർക്ക് N78 ആണ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 8GB RAM 128GB സ്റ്റോറേജിന് 29,990 ആണ്. 8GB RAM 256GB സ്റ്റോറേജ് വേരിയന്റ് ഉണ്ട്. അതിന് വന്നിട്ട് 32,990 ആണ്. എല്ലാ മെയിൻ ലൈൻ സ്റ്റോറുകളിലും നമുക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. വിവോ ഇന്ത്യ സ്റ്റോറിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും പേടിഎമ്മിലും ടാറ്റ ക്ലിക്കിലും ബജാജ് ഫിൻസർവ് എല്ലായിടത്തും നമുക്ക് ഇത് അവൈലബിൾ ആണ്. സ്ലിം ആൻഡ് കംഫർട്ടബിൾ ആയ നല്ല ക്വാളിറ്റി ക്യാമറയുള്ള ഒരു ഫോൺ വേണം. അതൊരു 5G ഫോൺ കൂടി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിലേക്ക് നോക്കാം. ഇത്രയുമാണ് ഈ ഫോണിനെ എനിക്ക് പരിചയപ്പെടുത്താനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓവറോൾ കൊള്ളാം. വിവോ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ഇത് തന്നെയാണ് നമുക്ക് എപ്പോഴും കിട്ടാറുള്ളത്. ഇത്തവണയും അത് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നിട്ടുണ്ട് വിവോ V സീരീസിൽ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.